വയനാട്ടിലെ സീതാമക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് താഴെ പ്രകൃതി ഒരുക്കിയൊരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ വേണേൽ ചാടി കുളിക്കാം, നീന്തി കുളിക്കാം, അല്ലാത്തവർക്ക് കുളക്കരയിലിരിക്കാം. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ മേപ്പാടിയിൽ നിന്ന് ചൂരൽമല വഴി പോയാൽ സീതാമക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. അപ്പോൾ ഇന്ന് പ്രേക്ഷകരെ നമ്മൾ സീതാമക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പ്രകൃതി ഒരുക്കിയ നാച്ചുറൽ പൂളാണ്. ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെയാണ് അതിൽ വെള്ളമുള്ളത്. അതിൻ്റെ അകത്ത് വെള്ളവും പ്രത്യേകത, സാധാരണ സ്വിമ്മിംഗ് പൂളിൽ ഒരു നീല കളർന്ന വെള്ളമായിരിക്കില്ല ഉണ്ടാവുക, അത് തന്നെയാണ് ഇതിലുള്ളത്. അത് എല്ലാ സമയവും അങ്ങനെയല്ല. ഇപ്പം നമ്മളങ്ങോട്ട് എന്തായാലും പോയി നോക്കാം. നമ്മളിങ്ങനെ കാണുന്ന ചെറിയൊരു കിടങ്ങൊക്കെ കയറി ഇറങ്ങി വേണം പോവാൻ. അതിന് മുകളിലെ വെള്ളരിപ്പാറ എന്ന പേരുള്ള ഒരു മലയാണുള്ളത്. ആ മലയിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത്. അവിടെ നമുക്ക് വിഷ്വലി കാണത്തില്ല, വെള്ള കളറിലല്ലേ വെള്ളം വരുന്നത്, പതഞ്ഞ്. അത് പക്ഷെ താഴേക്ക് വീഴുമ്പം പച്ച കളറാവും. കറക്റ്റ് ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാം. അതിൻ്റെ ഷേപ്പ് കൊണ്ടും അതിനകത്ത് കിടക്കുന്ന വെള്ളം കൊണ്ടും നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഒരു 5 ആളുടെ ആഴമുണ്ടത്. എത്ര വേണ്ടെന്ന് വെച്ചാലും ഇതുപോലൊരു വെള്ളച്ചാട്ടവും വെള്ളമൊക്കെ കാണുമ്പം നീന്തലറിയാവുന്ന ആർക്കും ഒന്ന് ചാടാനും നീന്താനും ഒക്കെ തോന്നും. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ മേളിലേക്ക് കയറിയത്. പക്ഷേ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്. പക്ഷേ എൻ്റെ ഇടവും വലവും 2 പേരുണ്ട്. ഇത് ഷെഹിനാണ്, ഇത് നെഫ്താഷാണ്. അവരാദ്യം ചാടി കാണിക്കും, എന്നിട്ട് ഞാൻ ചാടാമെന്നുള്ളതാണ് ഇവരുമായിട്ടുള്ള കരാറ്. വാവ്, ഇനി പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ആ വെള്ളം വീഴുന്ന സ്ഥലത്തോട് ചേർന്ന് 2 ചെറിയ ഗുഹകളുണ്ട്. അതിനകത്തേക്ക് കുറേ സ്പേസ് ഉണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നും നീന്തി പോരുത്. ഈ വീഡിയോ എങ്ങാനും കണ്ടിട്ട് അതിൻ്റെ ആവേശത്തിൽ നീന്തലൊക്കെ അറിയാവുന്ന ആളുകൾ ഒന്ന് ചാടിയാലും അങ്ങോട്ടൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ പുത്തുമലയിൽ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. അടിപൊളിയാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കാണുമ്പം മനസ്സിലാക്കിക്കും. വയനാട്ടിലെ ഏറ്റവും വലിയ സിപ്പ് ലൈനുകളിൽ ഒന്നുകൂടിയാണ് ഇത്. ഇതോടുകൂടി ഈ സീൻ ഞങ്ങൾ വിടുകയാണ്. സഞ്ജു പൊറ്റപ്പള്ളൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1 വയനാട്.